ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫലൂദ ഉണ്ടാക്കിയാലോ. ഇതിനായി നമുക്ക് ആദ്യം കുറച്ച് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 100 ml ഒക്കെ മതിയാകും. അപ്പോൾ എത്ര ഗ്ലാസ് ഫലൂദയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പാലെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫലൂദ സേവ് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ചു തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഫലൂദ സേവ് ഇട്ട് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ എടുത്താൽ മതി. ഇത് നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അതിനുശേഷം ഒരു സീവ് വെച്ച് അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒട്ടലൊന്ന് മാറിക്കിട്ടും. ഓക്കെ, നമ്മുടെ സേവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ജെല്ലി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ജെല്ലി പാക്കിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം നമുക്ക് ജെല്ലി തയ്യാറാക്കാൻ. ഇതിൽ 200 ഗ്രാം തിളച്ച വെള്ളവും അതേ അളവിൽ തന്നെ നോർമൽ വാട്ടറും ഒഴിച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് ജെല്ലി അതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അതിലെ പൗഡറൊക്കെ നല്ലപോലെ ഡിസോൾവ് ആകുന്നത് വരെ നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതും വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് പാലൊന്ന് സ്വീറ്റൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിന് പകരമായി ഹണിയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് ബാക്കിയുള്ള പാല് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ആപ്പിൾസ്, മാംഗോ, അനാർ ഇതൊക്കെയാണ് എടുത്തത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ജെല്ലി ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ജെല്ലി സെറ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെസ, ജസ ആൻഡ് ഇഷാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവരിത് നല്ലതുപോലെ സെറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹൈറ്റുള്ള ഗ്ലാസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജെല്ലി എടുത്തിടാം. രണ്ട് ടേബിൾ സ്പൂൺ ജെല്ലിയാണ് ഇടേണ്ടത്. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. അടുത്ത ഗ്ലാസ്സിലും നമുക്ക് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നീറ്റിൽ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടിലും ഒരുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.
ഒരു ഗ്ലാസ്സിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഓക്കെ, മതി മതി മതി. കുറച്ചും കൂടി ഇട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഇട്ടോ ജസ. ഓക്കെ, മതി. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് ബിസ്ക്കറ്റ് സ്ക്രാച്ച് ചെയ്ത് ഇട്ടെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. കളർഫുൾ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് സിറപ്പും ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ റെഡി ആയിട്ടുണ്ട്.